ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്ന് സെക്കൻഡ് ഡേ ഡോളോമൈറ്റ്സ് ഇറ്റലിയിലുള്ള സെസുഡ് റിഡ്ജ് കാണാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അത് ഓട്ടിസായ് എന്ന് പറഞ്ഞൊരു ടൗണിൽ നിന്നാണ് അതിൻ്റെ കേബിൾ കാർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യൂകളാണ് നിങ്ങൾ കാണാം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിവരങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ സെസഡ് റിഡ്ജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോളോമൈറ്റ്സ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് സൂപ്പർ ട്രിപ്പ്. 2 കേബിൾ കാറാണ് ഇവിടുന്ന് ഉള്ളത്. ഒരെണ്ണം സ്റ്റാർട്ടിങ്ങിന്, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചേഞ്ച് ഓവർ ഉണ്ട്. പ്ലസ് നമ്മള് എടുത്ത് ഗാർഡിയന പാസ് എന്ന് പറഞ്ഞൊരു ഇതാണ് എടുത്തത്. അപ്പൊ 3 days നമുക്ക് 18 ലിഫ്റ്റ് യൂസ് ചെയ്യാം. എന്താ വെച്ചാൽ ഈ സെസഡ മാത്രം പോകാൻ വേണ്ടി നമുക്ക് €52 മാത്രം ഒരാൾക്ക് പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ അത് ഗാർഡിയന കാർഡ് എടുത്തത്. അതാണ് കുറച്ചും കൂടി സേവിങ് ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ ബാക്കിയുള്ളതിൽ എന്തായാലും €30-40 ബാക്കിയുള്ളതുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ ഗാർഡിയന കാർഡാണ് ബെറ്റർ. അങ്ങനെ എടുത്തത്. ഞങ്ങളൊക്കെ അപ്പൊ വ്യൂസ് കാണിച്ചു തരാം, മുകളിലെത്തുമ്പോഴും കാര്യങ്ങളൊക്കെ. വൺസ് നമ്മൾ ഗാർഡിയന പാസ് എടുത്താൽ നമ്മൾ എല്ലായിടത്തും ക്യൂലെസ് ആണ്. നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. മറ്റേ കേരള എൻട്രിങ് സ്കാനിങ്ങിനൊക്കെ ക്യൂ നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഗാർഡിയന പാസ് എടുത്തത് തന്നെ. നമ്മളങ്ങനെ ഈ കേബിൾ കാറിലാണ് മുകളിലേക്ക് പോകുന്നത്. സെക്കൻഡ് സെക്ഷൻ നേരെ ടോപ്പിലേക്ക്. അവിടെയാണ് സെസിയുടെ റിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മള് ഒരു കേബിൾ കാറും കൂടി ഉണ്ട്. നല്ല തിരക്കാണ് ടൈമില്. അങ്ങനെ നമ്മള് സെസിഡോ ബ്രിഡ്ജിന്റെ അവിടേക്ക് എത്തി. ലിഫ്റ്റ് ഇറങ്ങി. ഈ അമേസിങ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു മാജിക് വേൾഡ് മക്കളെ, ഒന്നും പറയാനില്ല. നെക്സ്റ്റ് ലെവല്. നിങ്ങൾക്കിത് എത്ര ഇന്റൻസിറ്റിയിൽ ഈ ക്യാമറയിൽ കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല. കണ്ണോണ്ട് വേറെ ലെവലാണ്. രാഹുൽ മോനെ, അങ്ങനെ വൺ ഓഫ് ദ ഡ്രീം പ്ലേസിലെത്തി. നമ്മളങ്ങനെ കേബിൾ കാർ ഇറങ്ങി അവിടുത്തെ വ്യൂകളും കാര്യങ്ങളൊക്കെ കണ്ട് സെസഡ് റിഡ്ജിലേക്ക് പോവാണ്. അതൊരു 5 മിനിറ്റ് മുകളിലേക്ക് നടക്കാനുണ്ട് കേബിൾ കാർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. നിങ്ങൾക്ക് വ്യൂ ആണ്. ആ നേരെ കാണുന്നതാണ് സെസഡ് റിഡ്ജ്. നമ്മളിപ്പോൾ വ്യൂ കാണുന്നത്. പക്ഷെ അടിപൊളിയാണ്. എല്ലാവർക്കും കയറാൻ പറ്റാണല്ലോ. ഇപ്പോൾ വലിയ ഫിസിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് മുകളിലേക്ക് പോകാൻ. ഞാൻ കൊച്ചിനും വെച്ചാണ് ഈ കയറിയത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഹാർഡാണ്, പക്ഷെ എന്നാലും നോ പ്രോബ്ലം. പക്ഷേ ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സെസഡ് റിഡ്ജ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കടപ്പം വ്യൂകൾ കാണാം. നമ്മൾക്കിപ്പോൾ ഫോണിൽ എടുക്കുന്ന പിന്നെ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, ഒരു വേറെ ലെവൽ വേൾഡാണ്. നമ്മൾ നോർമൽ കാണുന്ന ഒരു ഭംഗിയല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് ഹൈക്കിങ് ട്രക്കിങ്ങിനുള്ള ഓരോ റൂട്ടുകളും ഓരോ ഹട്ട് ടു ഹട്ട് റൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടിപൊളിയാണ്. നമുക്ക് കേബിൾ കാറിലാണ്ട് നടന്നു കയറാം. പക്ഷെ അതൊരു ഹെവി നടത്തമാവും മാത്രം. പക്ഷെ അതൊരു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ ലൈഫിൽ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ ക്രോസ് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നെ സ്കൂൾ വെക്കേഷനിൽ പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വെക്കേഷനിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ സ്കൂൾ വെക്കേഷന് തൊട്ട് മുമ്പ് പോയാണ്ട് വലിയ തിരക്കില്ലാത്ത ഇത് നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകുന്നു കിട്ടി. എന്താ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കണ്ടാലേ അതൊരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. അതുമാതിരി പിന്നെ ഇവിടെ എസ് ഇരുന്ന് കളി തുടങ്ങി. അവൾ ബാഗിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ട്രക്കിംഗ് ബാഗിൽ നിന്ന് അവളിപ്പോൾ ഇറങ്ങി. അവളൊക്കെ ഒരു ഫ്രീ ആയിട്ട് വിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫാണ്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റും എല്ലാവരും. പക്ഷേ നമ്മളപ്പോൾ ഭംഗി കാണാൻ നമുക്ക് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അടക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശുവിനെ അങ്ങനെ ഇറക്കിയിട്ട് അവളവിടെ കളിച്ച് അടക്കുകയായിരുന്നു. നമ്മളപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ക്യാമറ പൊന്തിച്ച് ഉള്ള വ്യൂസാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഡ്രോൺ ഷോട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. അതൊരു അമേസിങ് വേൾഡ് തന്നെയാണ് അത്. പിന്നെ എല്ലാ ഇതും സമ്മറിലും വിൻ്ററിലും ഒക്കെ ട്രാവലേഴ്സിൻ്റെ പാരഡൈസ് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ പ്ലേസ് തന്നെയാണ്. ഈ വശത്തെ വിൻ്റർ ഒളിമ്പിക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കണ്ടക്ട് ചെയ്യണത് 2026 ജനുവരിയിൽ. അപ്പോൾ അതിനൊക്കെ ഇവിടെയൊക്കെ സമ്മറിൽ ഫുള്ളും സമ്മർ ആക്ടിവിറ്റീസും, വിൻ്ററിലും മൊത്തം വിൻ്റർ ആക്ടിവിറ്റീസും ഹൈക്കിങ്ങും സൈക്ലിങ്ങും ഒക്കെ സമ്മറിലും. ഞാനപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പൊന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ഡ്രോൺ ഷോട്ട് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ആഡ് ചെയ്യുന്നത്.
നമ്മളപ്പോൾ അവിടുത്തെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോയി ഇരിക്കുന്നിടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേസിൽ ഇറങ്ങിയതാണ്. മീൻസ് ലഞ്ച് എന്ന് പറഞ്ഞാൽ 3 മണിയായി. ഇറങ്ങി കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. ഞങ്ങളപ്പോൾ ഒരു പാർക്ക് മാതിരി ഇവർ അവിടെ ഫുൾ ടൂറിസ്റ്റുകാർക്ക് ലഞ്ച് കഴിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് പ്ലേസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.